പ്രാണികൾ അതിൽ കുടുങ്ങിപ്പോകുന്നു എന്ന് പറയുന്ന പോലെ മദ്യം തിന്മയാണെന്ന് എഴുതി വെച്ചത് കൊണ്ട് മദ്യപാനം നിർത്തലാക്കാൻ കഴിയില്ല. വ്യഭിചാരം തിന്മയാണെന്ന് എഴുതി വെച്ചത് കൊണ്ട് വ്യഭിചാരം നിർത്തലാക്കാൻ കഴിയില്ല. കപട ആത്മീയത പാടില്ലെന്ന് നിയമം വന്നതുകൊണ്ട് കപട ആത്മീയത ഒഴിവാക്കാൻ കഴിയില്ല. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരി ചാറ് പോലുള്ള ഈ ജീവിതം. മതിന്റെ ആനന്ദ ലഹരിയിൽ മനം നീന്തി തുടിക്കണമെന്ന് കവിത പാടി നിയമങ്ങളില്ലാത്ത തോന്യവാസത്തിന്റെ ജീവിതം നയിച്ചാൽ അതാണ് മോചനത്തിന്റെ മാർഗമെന്ന് പരിചയപ്പെടുത്തിയ ചില സാംസ്കാരിക നായകന്മാരുണ്ട്. ഈ അങ്ങാടിയിലൂടെ ഒരു ആട് അല്ലെങ്കിൽ ഒരു കാള നടന്നു പോകുന്നു. അതിനെന്തും കഴിക്കാം, എന്തും തിന്നാം, എങ്ങനെയും ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കാൻ കഴിവുള്ള, മനനം ചെയ്യാൻ കഴിവുള്ള, ബുദ്ധിയും സംസ്കാരവുമുള്ള ഞാനും നിങ്ങളും ഒരു കടയിലേക്ക് കടന്നു ചെന്ന് ചോദിക്കാതെ ഒരു സ്വത്തെടുക്കുന്നത് നന്മയാണോ? ഒരു പെണ്ണിനെ കയറി പിടിക്കുന്നത് നന്മയാണോ? അല്ല എന്ന് ബുദ്ധിയുള്ളവർ പറയും. അതുകൊണ്ട് നിയമങ്ങളില്ലാത്ത ജീവിതത്തിന് സമൂഹത്തെ സംസ്കരിക്കാൻ കഴിയില്ല. ഇന്ന് പലപ്പോഴും പണവും സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളെയല്ലേ നമുക്ക് കാണാൻ കഴിയുക? എങ്കിൽ പണത്തിനും പ്രതാപത്തിനും സ്വാധീനമില്ലാത്ത ഒരു നല്ല നാളെ ഉണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ അസംസ്കാരികതയുടെ അപച്യുതീകരണത്തിൽ നിന്ന് നമുക്ക് പുരോഗമിക്കാൻ കഴിയണം. ഇന്ന് പല ആളുകളും ആത്മീയവാദവുമായി കടന്നു വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നൊരു കഥയാണ്. 100 നിലകളുള്ള കെട്ടിടത്തിലേക്ക് 4 ആളുകൾ ഇങ്ങനെ കടന്നു പോകുന്നു. അതിൽ ഒന്നാമത്തെ മനുഷ്യൻ 25 നിലകൾ വരെ അവർ തീരുമാനിക്കുന്നു എങ്ങനെ പോണം. ലിഫ്റ്റാണെങ്കിൽ കേടാണ്, എന്ത് ചെയ്യും? അപ്പോൾ ഒരാൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പല സംഭവങ്ങൾ നമുക്കിങ്ങനെ പറയാം. ഒന്നാമത്തെ ആള് സംസാരിച്ചപ്പോൾ 25 നില കഴിഞ്ഞു കേറിയവർ. രണ്ടാമത്തെ ആള് സംസാരിച്ചപ്പോൾ 50 നില എത്തി. മൂന്നാമത്തെ ആള് സംസാരിച്ചപ്പോൾ 75 നില എത്തി കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് 4-മനായ മനുഷ്യൻ, അയാൾ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കഥയാണ്, ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ആ 3 പേരും ചോദിച്ചു, ഒന്ന് പറയുമോ, നിങ്ങൾ ഒന്ന് പറയുമോ? ഇതാ 100-ാമത്തെ നിലയിൽ തങ്ങളുടെ മുറിയുടെ വാതിക്കലെത്തിയപ്പോൾ പറഞ്ഞു, ഈ മുറിയുടെ താക്കോലെടുക്കാൻ ഞാൻ മറന്നുപോയി. ഇതാണ് സമൂഹത്തെ ധാർമ്മികതയിലേക്ക് നയിക്കാൻ വന്ന പല മനുഷ്യ ദൈവങ്ങൾക്കും മാനുഷിക പ്രസ്ഥാനങ്ങൾക്കും പറ്റിയത്. ആ ധാർമ്മികതയുടെ പോയിന്റ്, ധാർമ്മികതയുടെ സത്ത കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് സമൂഹത്തെ പുരോഗമനത്തിലേക്ക് നയിക്കാൻ ഇല്ല, ആർക്കും കഴിയില്ല. ഇവിടെയാണ് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പറയാനുള്ള കാര്യം പഴയതാണ്, പുതിയതായി ആലോചിച്ചതല്ല. ആകാശം പഴയതാണ്, സമുദ്രങ്ങൾ പഴയതാണ്, പ്രപഞ്ചം പഴയതാണ്. പക്ഷേ ഈ പ്രപഞ്ചവും സമുദ്രങ്ങളും ആകാശങ്ങളും പഴയതാണെന്ന് പറഞ്ഞ് ആരും വലിച്ചെറിഞ്ഞിട്ടില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ബുദ്ധിയുള്ളവരെ, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്ന ഈ കാര്യം വിശാല മനസ്സുള്ളവരായി, വിശാല മനസ്കരായി, വർഗീയതയില്ലാത്തവരായി ഒന്ന് കേൾക്കാൻ, ഒന്ന് പഠിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നാം ആരായിരുന്നു? 2 കാലിൽ ജീവിക്കുന്ന നമ്മൾ ആരായിരുന്നു? കേവലം മാതാവിന്റെ ഗർഭാശയത്തിലെ ഒരു ഏകകോശ ജീവിയായി നമ്മൾ തുടങ്ങി. വിശുദ്ധ ഖുർആൻ ചോദിച്ചു, ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, മനുഷ്യരെ നിങ്ങൾ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? ഖുലിഖ മിമ്മാ ഇൻ ദാഫിഖ്, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. പിതാവ് വിസർജിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് കേവലം അതിന്റെ ഒരു അണുവായി നീ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ വളർന്നു. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما. വിശുദ്ധ ഖുർആനിന്റെ പരാമർശം കേവലം ഒരു ഇന്ദ്രിയമായി, പിന്നൊരു മാംസക്കെട്ടയായി, മാംസപിണ്ഡമായി, പിന്നൊരു അസ്ഥിയായി അതിനെ മാംസങ്ങൾ വലയം ചെയ്തു. ഈ രൂപത്തിൽ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് പിറന്നു വീഴുമ്പോൾ എനിക്കൊരു ഐഡന്റിറ്റിയുണ്ട്, എനിക്കൊരു വ്യക്തിത്വമുണ്ട്, നിങ്ങൾക്കും ഒരു വ്യക്തിത്വമുണ്ട്. ഈ വ്യക്തിത്വം എന്നാ നമുക്കുണ്ടായത്? കേവലം 2 കാലും 2 കൈമടിച്ച് കരയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പിറന്നു വീണ നമുക്ക് പ്രിയപ്പെട്ടവരെ ഒരു നൂലിന്റെ ബന്ധം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. ഒന്ന്
ഈ ലോകം നമ്മൾ സ്വീകരിച്ചു. കുടിക്കാനുള്ള വെള്ളം ആകാശത്തിന്റെ മേഘക്കീറുകളെ പിളർത്തി വെള്ളം നമുക്ക് നൽകി. ആരാ നൽകിയത്? വായു നമുക്ക് നൽകി. ആരാ നൽകിയത്? എല്ലാം നമുക്ക് നൽകി. 60 വയസ്സുള്ള പിതാവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. 4 ദിവസം കഴിഞ്ഞ് അദ്ദേഹം കൃത്രിമമായിട്ടാണ് ശ്വസിച്ചത്. അതിന്റെ ബില്ല് 10,000 രൂപ. ഇത്രയും കാലം ലോകത്ത് ശ്വസിച്ച വായുവിന് ആ സിട്ടാവ് നമ്മോട് പണം ചോദിച്ചിട്ടുണ്ടോ? ആ സിട്ടാവ് നമ്മളോട് പണം ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഈ അങ്ങാടിയിൽ നിന്നൊരു കടയിലേക്ക് ദാഹിച്ച് വലഞ്ഞൊരു മനുഷ്യൻ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കുമ്പോൾ 12 രൂപയും 14 രൂപയും കടക്കാരൻ വാങ്ങിച്ച് പോക്കറ്റിലിടും. പക്ഷേ നമ്മൾ അലക്കുന്ന വെള്ളത്തിന്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ഇന്നേവരേക്കെങ്കിലും ആരെങ്കിലും ബില്ല് ചോദിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ സഹോദരൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിവിടെ നിൽക്കുന്നു, നമ്മളിവിടെ വീക്ഷിക്കുന്നു. ഇവിടെ ഒരാളുടെ പേരെഴുതി വെക്കാൻ, ഒരു ഫോൺ നമ്പർ എഴുതി വെക്കാൻ നമ്മളൊരു സുഹൃത്തിന്റെ കയ്യിൽ നിന്നുകൊണ്ട് പേര വാങ്ങുമ്പോൾ താങ്ക്സ് എന്നോ നന്ദിയോ നമ്മൾ പറയും. എങ്കിൽ കാണാനുള്ള കണ്ണ് നൽകിയ, കേൾക്കാനുള്ള ചെവി നൽകിയ, സംസാരിക്കാനുള്ള നാവ് നൽകിയ ആ ലോകരക്ഷിതാവിനോട് നമ്മൾ നന്ദി കാണിക്കേണ്ടതില്ലേ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണി നോക്കിയാൽ തിട്ടപ്പെടുത്താൻ കഴിയില്ല മനുഷ്യരെ എന്നും വേദഗ്രന്ഥം വിജ്ഞാനത്തിന്റെ സാഗരമായി 70-ലധികം വിജ്ഞാനങ്ങളെ ലോകത്തിന്റെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തിയ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ ഏകനായ രക്ഷിതാവിനോട് നന്ദി കാണിക്കേണ്ടതില്ലേ? എങ്ങനെയാണ് നന്ദി കാണിക്കുക? നമ്മുടെ രക്തം സിട്ടാവ് ചോദിച്ചിട്ടില്ല, നമ്മുടെ ആരോഗ്യം ചോദിച്ചിട്ടില്ല, നമ്മുടെ മക്കളെ ചോദിച്ചിട്ടില്ല. മറിച്ച് ആ ഏകനായ രക്ഷിതാവ് നമ്മോട് ചോദിച്ചത് യാ അയ്യുഹന്നാസ് വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മജ്ജയുള്ള മനുഷ്യരെ, ബുദ്ധിയുള്ള മനുഷ്യരെ, വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഇത് മുസ്ലിങ്ങളോട് മാത്രമല്ല, മനുഷ്യനായി പിറന്ന് വെള്ളവും വായും ശ്വസിക്കുന്ന ലോകത്തെ എല്ലാവരോടും ഖുർആൻ വിളിച്ചിട്ട് പറഞ്ഞു, ബുദ്ധിയുള്ളവരെ, നിങ്ങൾ ആരാധിക്കണം. ആരെ? ഏകനായ രക്ഷിതാവിനെ. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ഏകനായ രക്ഷിതാവിനെ ആരാധിക്കാൻ. അമേരിക്കക്കാരനോടും ഇന്ത്യക്കാരനോടും പാഴ്സിയോടും ജൈനോടും മതമുള്ളവനോടും മതമില്ലാത്തവനോടും ഇസ്ലാം പറയുന്ന സന്ദേശം. ഇത് പറയുമ്പോൾ പല ആളുകളും കരുതും, എന്താ ഇസ്ലാം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങളുടെ ദൈവത്തെ കുറ്റം പറയുകയല്ല ഇവിടെ ചെയ്യുന്നത്. സഹോദരന്മാരെ, വിനയത്തോടു കൂടി പറയട്ടെ, ഞാൻ വർഗീയത പറയുകയല്ല. ബൈബിൾ ആദരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. ആ ബൈബിളിലെ സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചിട്ട് മഹാനായ യേശുക്രിസ്തു പറയുന്ന വാചകം, ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായ മനസ്സോടും പൂർണ്ണമായ ഹൃദയത്തോടും കൂടി സ്മരിക്കുക. ഏകനായ രക്ഷിതാവിനെ യേശുക്രിസ്തു പരിചയപ്പെടുത്തി. മോശ പ്രവാചകന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? അദ്ദേഹത്തിന്റെ തോറാ പുസ്തകം എന്ന പേര് ബൈബിളിലുണ്ട്. മോശ വാചകൻ സമൂഹത്തോട് പഠിപ്പിച്ചു, ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവിനെ എന്ന് തുടങ്ങി ഏകദൈവത്തിന്റെ സന്ദേശം. സാത്താൻ യേശുക്രിസ്തുവിനെ വഴിപിഴപ്പിക്കാൻ വന്നു. എന്താ യേശുക്രിസ്തുവിന്റെ വാചകം? പോ സാത്താനെ, എന്നെ സൃഷ്ടിച്ച ഏകനായ രക്ഷിതാവിനെ ആരാധിക്കാൻ. ഇങ്ങനെ കൃത്യമായി ബൈബിൾ ഏകദൈവ വിശ്വാസത്തിന്റെ ചില ഭാഗങ്ങൾ പരാമർശിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സന്ദേശം, എങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ സന്ദേശം മാത്രം തീവ്രവാദമാവുക? ഇനി ഉപനിഷത്തുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ. ഉപനിഷത്തുകളിൽ കാണാം, ഏകനായ രക്ഷിതാവിനും എല്ലാം സൃഷ്ടിച്ചവന് ശിരസമർപ്പിക്കാൻ വേദങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചു. ഋഗ്വേദം പറയുന്നു, യോം ദേവനാന്തമൈവ ഏകനായ ദൈവത്തെ ആരാധിക്കാൻ. ഈ സന്ദേശമാണ് ലോകത്തിന്റെ മുമ്പിലേക്ക് അസന്നിഗ്ധമായി വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ഏകദൈവ വിശ്വാസത്തെ കുറിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയത്. ഇനി നമ്മൾ അറിയണം, മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന ഒരു സമൂഹത്തിന്റെ അവസ്ഥ. ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മദ്യം നൽകുന്ന മാസ്മരിക ശക്തിയിൽ പെണ്ണിന്റെ പാദസുര കിലുക്കങ്ങൾ തേടി യാത്ര ചെയ്തിരുന്ന ഒരു സമൂഹം അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്.
ഒരു സമൂഹം അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് ജനിക്കാൻ പോലും അനുവാദം നൽകാത്ത, ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ മലമടക്കുകളിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം താൻ മരിച്ചാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കുടിച്ചു